അസ്സലാമലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് തകി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്ലൂ മോസ്ക്, തകി ബ്ലൂ മോസ്ക്, അവിടെ നമ്മളിന്ന് ജുമാക്ക് വന്നിട്ടുള്ളത്. നമ്മളുള്ള സ്ഥലത്തുനിന്ന് 15 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. ഏകദേശം നമ്മൾ 1 മണിക്കൂർ എടുത്ത് ടാക്സിയിൽ വരാൻ. അപ്പം ഇന്ന് ഇവിടെ ജുമാക്ക് കൂടാൻ വിചാരിച്ചിട്ട് വന്നതാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ ചൂടൊന്നും അറിയുന്നില്ല. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെറുതെ കണ്ടു പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പം ഇതിലൂട്ടിയാണ് പെണ്ണുങ്ങൾക്കുള്ള എൻട്രൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ബ്ലൂ മോസ്ക് പറയുന്ന പോലെ തന്നെ എല്ലാം ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഗോൾഡനും ബ്ലൂവും വൈറ്റും മിക്സാക്കി പെയിൻ്റ് അടിച്ചിട്ടാണുള്ളത്. അപ്പം നമ്മൾ ക്യാപ്പോലെ ഗോൾഡൻ മോസ്ക് കണ്ട്, അതുപോലെ ഇനി ഇവിടെ തകിയിലെ അലൈക്കും അസ്സലാം, ഹായ് ഹായ്. ഓക്കെ, സോറി ഞാൻ ചെരുപ്പ് കഴിച്ച് വെക്കാൻ മറന്നുപോയി, അതാ അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെരുപ്പ് കഴിച്ച് വെക്കുന്ന സ്ഥലമുണ്ട്. My name is Sajida. Sajida. I am from India. From India? MashaAllah. Allahu Akbar. Allahu Akbar. MashaAllah. Inshallah. Welcome. അപ്പോൾ ഇതാണ് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗം. ഞാൻ എവിടെയാണ് എന്താണെന്നല്ല അവർക്ക് അറിയേണ്ടത്. നല്ല സെറ്റപ്പ്, നല്ല ഉഷാറുള്ള പള്ളി. അപ്പോൾ ഈ ഫിലിപ്പൈൻസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയമാണ്, ഇവിടെ എങ്ങനെയാ പള്ളിയും നിസ്കാരമെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ഫുള്ള് വെറും ഫിലിപ്പീനിയോ ക്രിസ്ത്യൻസ് മാത്രമാണോ എന്നൊക്കെ. അപ്പം അങ്ങനെയല്ല, ഇവിടെ എല്ലാം ഉഷാറായിട്ടുള്ള പള്ളികളും നിസ്കാരവും എല്ലാം ഉണ്ട്. എൻ്റെ പെരുന്നാളിൻ്റെ ഈദ്ഗാഹിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പല ഭാഗത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ എത്തിയോണ്ട് ഇങ്ങനെയെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണ്, പക്ഷെങ്കിൽ ഉള്ളിൽ അങ്ങനെ ചൂടൊന്നും അറിയുന്നില്ല, സമാധാനമുണ്ട്. ഹലോ, what is your name? Hadi. Hadia. Okay, nice name.
You studying school? Which class? Huh? Nursery? Huh? Okay. Okay. Hi, Vara. Hi. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട സമയമായി.
At hindi dahil sa ikaw ay matawag ka sa kabutihan, ay pwede mo na nabagin ang mga karapatan ng iyong mga sumananampalataya sa Islam. Marami sa atin, imbis na nakatawag natin sa kabutihan dahil sa ating mga pamamaraan, ay lalo natin sila napapalayo sa Islam. Sabi na Rasulullah SAW, "Madura minkum munkaran." Sino man ang makakita sa inyo ng munkar, ay magagawin biyadi. Abuhin sa inyong kamay, pero pailang niya sa papel. Hindi mo kaya. Bakit? Maaaring ito'y mas mataas sa iyong posisyon. Maaaring ito ay kailangan pag-istorya ng isang tao. Lalo na kung siya'y leader ng isang community. O una naman, o dati yan, dapat tignan niya ang sitwasyon. Kung ang ating amunin makapagpalagay o ating pamamaraan ay makapapalagpitan o makakabutipan, kailangan na lang niya. At kung ano ang kanyang makapagpapalagay desisyon sa kanyang istorya, ito sa ating pinagpapalagay. Ang pagkakamahan, kung ang iyong pagkakamahan sa kabutihan at pagkakamahan ng mga kamay o puso sa kabutihan, ay magresulta na mas malaki ng problema. Magresulta na mas malaki ng kasamaan. Na akala ko na nakagawa ng mabuti. Pero kung magresulta na malaki ng kasamaan, maaaring mas lumayo sa pananampalataya ng Islam. Ang sabi ng mga ulama, hindi ko yaman ang community. At dapat kong maluhin ang iyong pamamaraan ng iyong pag-utos sa kabutihan at pagkakamahan. Totoo, responsibilidad ng trabaho ng Muslim. നല്ല വലിയ സ്ഥലമുണ്ട്, നല്ല പള്ളിയിൽ നല്ലോണം കാണാനുമുണ്ട്. നല്ല ക്യാപ്പോ പള്ളീനേക്കാളും സൗകര്യമുള്ള പള്ളി. നല്ലോണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല ഉണ്ട് കാണാനും. والموعظة الحسنة. Una kanina, ibig sabihin, mabuting pamaharan. At sinabi ni Jadimu, makipag-diskusyon kayo sa kanya, billati hiya ahsan. Kung ito ang makabubuti at sa paraan mabuti. Pwede mo na diskusyon. Pwede mo na bigyan ka ang namin sa pagkakas na binigyan, argument, billati hiya ahsan. Kung ito ang mabuti at paraan mabuti. Kailangan tingnan palagi na ang mga pamamaraan at tamang pagtawag sa tao sa kabutihan. Kapag ito ay nagkamali at magresulta ng mas malaking problema, ay hindi ito makabubuti sa ating mundo. Dapat maintindihan ng mga resolution. Oo, namin yung responsibilidad, pero namin yung minsan na kung natin yung pagpapahalaga natin na gusto mabuti ang isang samaan. At itutuwa tayo doon. Na nakikita natin yung ating mga ustad, ang ating mga katawan, ang ating mga katawan, gusto nilang nakikita tayo sa buhay. Pero minsan nawawala tayo sa mga hikma na pinamahalagan dapat ang isa ng makakapagod sa buhay. Ang hikma, ang talino, ang moral at kasana, ang pagkakaroon ng magandang puso. Minsan nakakalimutan natin ito sa sobrang ng ating puso gagawin ng mga bagay na ito. At ito ay hindi natin nakakapagbigay ng higala sa pagkasukin ng buhay. Ang sa kanilang ipakita natin ang mabuting paraan, ang mabuting higaya, ang akhlak ng isang gaya, ang akhlak ng isang ustad, ng isang alim, at ang higaya ng Allah subhanahu wa ta'ala. Ngunit, kung magpapakita tayo ng hasikis, ang hindi ka buti ang pagkain, at sa kasamaan, Lunch tayo now. وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار. عباد الله اذكروا الله ذكرا كثيرا واستغفروه بكرا وأصيلا وآخر دعوانا الحمد لله رب العالمين وأقم السلام. വലൈക്കും അസ്സലാം. അപ്പം നമ്മളെ നിസ്കാരം ഇവിടെ കഴിഞ്ഞ്
Assalamualaikum. Waalaikumsalam. How are you? Huh? How are you? Fine. Alhamdulillah. New Year nearby? Huh? House? Nearby? Yes. I'm Okay. going to. Okay, bye. Where are you from? Huh? Where are you from? Where are you from? I am India. Oh, India. India. Yes, Okay. very nice. Your name? Jima El Sali. Jima. El Sali. Okay. Nice name. Okay, You will okay. unfriend me, okay? You will unfriend me. Okay, okay, okay. Just my account. Yes, yes. You pick my name now. You take Kamalu. Kamal. Okay, okay, okay. Yes, you pictures. Yes. Facebook. Yes. Okay, okay. Kamalu KU. Oh, right. Okay. 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 You take pictures. Okay. You take pictures. You come take pictures, yes. My name. Okay. Go. Okay, okay. Okay. You are friend. I will you Huh? compare. Okay. Yes. Okay. My You take. Opo, may duty pa po kami. ഇവിടെയുള്ള ആൾക്കാർക്ക് പരസ്പരം കാണുമ്പോൾ ഭയങ്കര സ്നേഹ ഭയങ്കര സ്നേഹ അലൈക്കും അസ്സലാം അലൈക്കും അസ്സലാം ഓക്കെ യുവർ നെയിം Rupaida. Rupaida. റുഫൈദ ഓക്കെ Ini niya karaklan sa inyo. Peach. സാജിദ ആരിഫ് സാജിദ ആരിഫ് യു സെർച്ച് സാജിദ ആരിഫ് ഓക്കെ What is the name? What is the name? സാജിദ ആരിഫ് Saja? സാജിദ SAJITHA ARIF സാജിദ On ആരിഫ് Facebook or YouTube? No, YouTube. You're a blogger? Okay. Small blogger. From what country? India. Alaikum assalam. Ay, nako. Dada. Hi. 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 Masya Allah. Alaikum assalam. ഇവിടെ പള്ളി തന്നെ നല്ലോണം കാണാൻ മാത്രം ഉണ്ട്. നല്ല മൊഞ്ചുള്ള പള്ളിയാ മാഷാ അല്ലാ. നല്ല കിയാപ്പോല് പെണ്ണുങ്ങൾക്ക് ഉള്ള സൈഡ് അത്ര വലിയ സൗകര്യമില്ല, കുറച്ച് സൗകര്യം കുറവാ. ഇവിടെ അതിനേക്കാളും നല്ല സൗകര്യമായിട്ട് കാണുന്നുണ്ട്. ഹലോ, നല്ല കുറേ വരാന്ത പോലെയും
നടുമുറ്റം പോലെയെല്ലാം ആയിട്ട് നല്ല ഉഷാറുണ്ട് കാണാൻ. ഒതുകൊടുക്കാനുള്ള സൗകര്യം പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ സൗകര്യമുണ്ട്. നല്ല ഉഷാറുള്ള നല്ല പള്ളി. ഇവിടെ വരാൻ തോന്നിയത് ഏതായാലും നന്നായി. അപ്പം ഇതെല്ലാം ഒന്ന് കാണാനും പിടിക്കാനുമായി. നമ്മളവിടെ പിന്നെ കിയാക്കോൽ പോണം ജുമാക്ക്. ഒരു പള്ളീൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ. ബാക്കി നമ്മൾ സ്ഥിരം പോകുന്ന പള്ളി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോറാണല്ലോ, 2 ഫ്ലോറായിട്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനു. ഇത് നല്ല സൂപ്പർ സ്ഥലവും നല്ല പള്ളിയും. കുറച്ച് ദൂരമുണ്ട് നമുക്കിവിടെ വരാൻ. എന്നാലും അൽഹംദുലില്ലാ നല്ല ഇങ്ങനെ കുറേ വാതിലുകളും എൻട്രൻസ് പല ഭാഗത്തുനിന്നും ഉണ്ട്. നല്ല എല്ലാ ആളെല്ലാം ഇനി പോയിക്കൊണ്ടിരിക്കുന്ന ആളെല്ലാം. No. Uno magkasya bin. പള്ളി പിറകു വശം ഇത് ബ്ലൂ മോസ്ക് നീല പെയിൻ്റെല്ലാം അടിച്ചിട്ട് മഞ്ചാക്കി വെച്ചിട്ടുണ്ട്. वालेकुम अस्सलाम. हाँ ओके माशाअल्लाह. ओके പള്ളീൻ്റെ ചുറ്റുഭാഗവും ഫുള്ളായിട്ട് നമ്മളിപ്പോൾ കവർ ചെയ്ത്. ബാക്ക് ഭാഗാന്നിത്. വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവോ എന്നറിയില്ല, എന്നാലും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷമയോടുകൂടി കാണുക. ഓക്കെ. നല്ല വെയിലുണ്ട്, പക്ഷെ കാറ്റുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നല്ല തന്നെ. ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടാ. നമ്മളെ സ്കൂട്ടർ വണ്ടി മാത്രമല്ല. ഞാൻ
കുറച്ച് മുന്നേ സ്കൂട്ടർ വണ്ടി അവിടെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ഓട്ടോ കാണുന്നത്. ബ്ലൂ മസ്ജിദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ. വെൽക്കം, അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ സ്കൂട്ടർ വണ്ടി ഇതാ പോന്നു. അത്യാവശ്യം ഓട്ടോയും കണ്ടുവിടാം. ഇതൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്, ഫുഡും കാര്യങ്ങളെല്ലാം. അപ്പം നമ്മൾ പള്ളിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ നടക്കുക. അപ്പം അങ്ങേ ഭാഗത്ത് ചെന്ന് നോക്കി അവിടെയൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ല. ഈ ഭാഗത്ത് റെസ്റ്റോറൻറ്റോ ഇതുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് ഷോപ്പുകളെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ചെറിയ റെസ്റ്റോറൻറ്റ് ഇല്ലാണ്ട് നിൽക്കില്ല. ബസ് സ്റ്റോപ്പ്, ബസ് ഷെൽട്ടർ. ആയിട്ടാ ആയില്ലേ? സ്കൂളാണോ നീണ്ടു? ആ സ്കൂള് മഹാവിക ഇൻ്റർഗ്രേറ്റഡ് സ്കൂൾ. ഇവിടെ ഒന്നും സ്കൂൾ പൂട്ടിയിട്ടില്ല. സ്കൂൾ ബസ് വാനുകളായി നിർത്തിയിട്ടല്ല. ഞാൻ ആദ്യം വിചാരിച്ച് ആംബുലൻസ് ആണ്, പിന്നെ വായിച്ചു നോക്കുമ്പോഴാണ് സ്കൂൾ ബസ്സാണ് കാണുന്നത്. സ്കൂൾ വാന്, ബസ്സല്ല, വാൻ. അപ്പം നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ കുട്ടി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഫിഷുകളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫിഷ് പുഴുങ്ങിയ പല മോഡലും ഉണ്ട്. അവിടെ ഇരുന്നിട്ട് കഴിക്കേണ്ട സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയാ, ഈ തകി എന്നുള്ള പറയുന്ന ഈ സ്ഥലം പിന്നെ ഒരു ഗ്രാമം പോലത്തെ സ്ഥലമാണ്. വൈദ്യുതിങ് അല്ലേ? അപ്പം അവിടെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റെസ്റ്റോറൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് പോലെ ചെറിയ സ്ഥലത്ത് അങ്ങനെ. ഹലോ, ബൈ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുള്ളൂ. ഹലോ, ഹായ്.
വ്ളോഗർ സ്മോൾ. അപ്പോൾ എല്ലാം നോക്കിയിട്ട് എവിടെയാ നോക്കിയിട്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഇവിടെ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ പുഴുങ്ങി വേവിച്ച് വെക്കൽ കുറച്ച് എല്ലാം അധികം ഫുഡ് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ആ സൈഡിലും ഉണ്ട് കാണുന്നല്ലേ. അവിടെ കുറച്ചും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഫുള്ള് പിന്നെ അങ്ങോട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റ് കുട്ടി കുട്ടി ഷോപ്പുകളും ഫുഡുകളെല്ലാം ആയിട്ട് ഞാൻ തോന്നുന്നത്. കല്ലുമ്മക്കായ ഉണ്ടല്ലോ. കല്ലുമ്മക്കായിൻ്റെ കൂടെ വേറെന്തോ ഉണ്ട്. കൂന്തൽ, കല്ലുമ്മക്കായി മിക്സഡ് സ്കിറ്റ്. Now still, what is your nationality, madam? Indian. Indian. You know, this is biryani. Biryani. India. Oh, biryani. Biryani. This is Good. ചിക്കൻ ബിരിയാണി. നമ്മളെ തലശ്ശേരി ബിരിയാണി ഇവർക്കറിയാവോ? ആ നമ്മളോടാ ഇവർ ബിരിയാണി എന്ന് പറയുന്നത്. നമ്മളെ ബിരിയാണി കണ്ടാൽ ഇവർ ഞെട്ടൂലേ. അപ്പം എന്തെങ്കിലും ഇപ്പം കഴിക്കണം, നോക്കാം. കിനിലാവ്. നല്ല നല്ല പേരുകളാ, മൊഞ്ചിൻ്റെ പേര് വെക്കാൻ. ഇതെന്താ, ഇത് അരിനെ കൊണ്ടുണ്ടാക്കിയതാ? അപ്പം നമ്മളിവിടെ എടുത്ത സാധനങ്ങൾ ഇതെല്ലാം. ചോറിൻ്റെ മേലെ എന്തോ കാണുന്നുണ്ട്, മീനാന്ന് തോന്നുന്നു. അല്ലേ, ഉണക്ക് ചോറല്ല. പിന്നെ ഇതാ കല്ലുമ്മക്കായും കൂന്തല്, ചെമ്മീന് എല്ലാം കൂടി തേങ്ങാപ്പാലിട്ടിട്ടുള്ളൊരു കറി. പിന്നെ ഇതെന്താ, തൂണൻ്റെ ബീഫെല്ലാം ഇട്ടിട്ടുള്ളൊരു കറി. പിന്നെ ഒരു ഇവിടുത്തെ ഒരു ഫിഷ് ഫ്രൈയും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കല്ലുമ്മക്കായൊക്കെ തോലൊക്കെ വൃത്തിയാക്കി ചെമ്മീനൊക്കെ പൊളിച്ചിട്ടല്ലേ ഉണ്ടാക്കി. ഇവിടെ അപ്പാടിട്ടിട്ട് വേഗം ഈസിയാക്കി പണിയായി. അപ്പോൾ നമുക്ക് തിന്ന് തുടങ്ങാം. ഇപ്പോൾ ചോറിന് വേറെ കറിൻ്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ഇതിൻ്റെ മേലെ ഇട്ട ഈ ചട്നി പോലത്തെ മീനിൻ്റെ സാധനം തന്നെ വെരി ടേസ്റ്റിയാണ്. നല്ല സൂപ്പർ സാധനം. ഒക്കെ കഴിക്കട്ടെ. അപ്പം നമ്മളിവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് എല്ലാം ടേസ്റ്റ് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫുഡ്, അൽഹംദുലില്ലാ, നല്ല തന്നെ. എന്നാൽ പിന്നെ ഇന്നത്തെ ഈ ബ്ലൂ മോസ്കിൽ വന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താം. എല്ലാവരും പുതുതായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.